ആലപ്പുഴ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ വിദ്യാർത്ഥിനി അത്യാഹിത വിഭാഗത്തിൽ ശൗചാലയത്തിൽ പ്രസവിച്ചു. പിന്നാലെ കുഞ്ഞിനെ വെന്റിലേഷനിലൂടെ പുറത്തേക്കെറിഞ്ഞു. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. വിദ്യാർത്ഥിനി ശൗചാലയത്തിൽ കയറിയതിന് പിന്നാലെ പുറത്ത് നേരിയ കരച്ചിൽ കേട്ടതായി ഡോക്ടർമാർ പറയുന്നു. സംശയം തോന്നിയ ജീവനക്കാർ പരിസരത്ത് നടത്തിയ തിരച്ചിലാണ് കുഞ്ഞിനെ കണ്ടെടുത്തത്. ശബ്ദം കേട്ട ഉടൻ തന്നെ ഇവർ പുറത്തിറങ്ങി പരിശോധിക്കുകയായിരുന്നു. കുഞ്ഞിന് യാതൊരു പരിക്കും പറ്റിയിട്ടില്ല എന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്നും ഡോക്ടർമാർ അറിയിച്ചു. പെൺകുഞ്ഞാണ്. അമ്മയ്ക്കും കുഞ്ഞിനും പ്രാഥമിക ശുശ്രൂഷ നൽകി വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആശുപത്രി ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് കുഞ്ഞിനെ ജീവനോടെ രക്ഷിക്കാനായത്. ഹരിപ്പാടാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ വയറുവേദനയ്ക്ക് എത്തിയ വിദ്യാർത്ഥിനി അത്യാഹിത വിഭാഗത്തിലെ ശൗചാലയത്തിൽ പ്രസവിച്ചത്. പിന്നാലെ കുഞ്ഞിനെ വെന്റിലേഷനിലൂടെ പുറത്തേക്ക് എറിയുകയായിരുന്നു. പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലാണ് വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയതാണ് വിദ്യാർത്ഥിനി. അത്യാഹിത വിഭാഗത്തിലെ ശൗചാലയത്തിലാണ് പ്രസവിച്ചത്. അതിനുശേഷം വെന്റിലേഷനിലൂടെ കുഞ്ഞിനെ പുറത്തേക്ക് എറിയുകയായിരുന്നു. വിദ്യാർത്ഥിനി ശൗചാലയത്തിൽ കയറിയതിന് പിന്നാലെ പുറത്ത് നേരിയ കരച്ചിൽ കേട്ടതായി ഡോക്ടർമാരടക്കം പറയുന്നുണ്ട്. സംശയം തോന്നിയ ജീവനക്കാർ ഈ ശൗചാലയത്തിന്റെ പരിസരത്ത് നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കണ്ടെടുത്തത്. പെൺകുഞ്ഞാണ്. ശബ്ദം കേട്ട് ഉടൻ തന്നെ ഇവർ പുറത്തിറങ്ങി പരിശോധിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. കുഞ്ഞിന് യാതൊരു പരിക്കും പറ്റിയിട്ടില്ല, പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. പെൺകുഞ്ഞാണ്. അമ്മയ്ക്കും കുഞ്ഞിനും പ്രാഥമിക ശുശ്രൂഷ നൽകി വിദഗ്ധ ചികിത്സകൾക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ആശുപത്രി ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്.